ഹായ് ഇസ്മ ഗ്രീൻ ആസ്തറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കണ്ടന്റ് നമുക്ക് നമ്മുടെ വീടിന് ചുറ്റും ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ആവശ്യമില്ലാത്ത വസ്തുക്കൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, അതുപോലെ മറ്റു വീടിന് ചുറ്റുമുള്ള ടയറുകൾ, അതേപോലെ ബാഗുകൾ, വാനിറ്റി ബാഗുകൾ, നമ്മുടെ ജീൻസുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുകൾ പൊള്യൂട്ടഡ് ആവാനും അതല്ലെങ്കിൽ മണ്ണിൽ ലയിക്കാതെയും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ തരുന്ന നമ്മുടെ എൻവയോൺമെൻറ്റിന് ദോഷകരമായി ബാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റീവായിട്ട് നമ്മുടെ ചെറിയൊരു സമയം, ചെറിയൊരു കഴിവ് ഉപയോഗിച്ച് നമുക്ക് മനോഹരമായിട്ടുള്ള ഗാർഡനിങ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ചെറിയൊരു എഫേർട്ട് നമ്മൾ ഇതിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനോഹരമായിട്ടുള്ള നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ നാടിനെയും നമ്മുടെ വീടിനെയും നമുക്ക് സംരക്ഷിക്കുന്നതോടൊപ്പം നമുക്ക് അതിൽ കൂടെ ഒരു സന്തോഷം ലഭിക്കുകയാണ്. നമ്മുടെ മൈൻഡ് വെൽനെസ്സിന്, നമ്മുടെ ക്രിയേറ്റിവിറ്റിക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്നതാണ്. ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ഗാർഡൻ ഡിസൈൻ എന്നുള്ള ഈ കൺസെപ്റ്റിൽ വരുമ്പോൾ നമ്മുടെ ഉപയോഗശൂന്യമായ കാര്യങ്ങൾ റിക്രിയേറ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് കൂടിയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ പ്രകൃതിയോടൊന്ന് അടുക്കുകയും നമ്മുടെ ഉപയോഗശൂന്യമായ കാര്യങ്ങൾ അത് ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുകയും അത് നമുക്ക് മാനസിക സന്തോഷം തരുകയും ചെയ്യും. നമ്മുടെ ചുറ്റുപാട് ഇതേപോലെ കുറേ ഡസ്റ്റുകളും കുറേ അനാവശ്യമായ കാര്യങ്ങളും നിറഞ്ഞതാണെങ്കിൽ നമ്മുടെ പ്രകൃതി തന്നെ പൊള്യൂട്ടഡ് ആയത് നമ്മുടെ കരയും കടലും ഒക്കെ വളരെ വൃത്തിഹീനമായി മാറുകയും ഒക്കെ ചെയ്യും. നമ്മൾ ഡസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഉപയോഗിക്കുന്നെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുന്നില്ല എന്നാണ് ശരിയായത്. അപ്പോൾ നമ്മുടെ പാത്രങ്ങളാവട്ടെ, നമ്മുടെ ചിരട്ടകളാവട്ടെ, അതേപോലെ ടയറുകൾ, ഗ്ലാസുകൾ, അതേപോലെ ഡ്രസ്സുകൾ, ഷൂ, ചെരുപ്പുകൾ, ഇതൊക്കെ നമുക്ക് ഒരു ബാധ്യത തന്നെയാണ്. നമ്മുടെ വീട്ടിലെ കുക്കിംഗ് വെയറുകൾ, പ്രഷർ കുക്കർ, അലൂമിനിയം പാത്രങ്ങൾ, ബാഗുകൾ, ജീൻസുകൾ, കോട്ടുകൾ, ഓവർ കോട്ടുകൾ, മറ്റ് ഡിസൈൻ വസ്ത്രങ്ങൾ, ഇതൊക്കെ വളരെ മനോഹരമായി നമുക്ക് ഉപയോഗിക്കാം. ഇതേപോലെ ബ്രിക്സുകൾ, ഇതൊക്കെ വളരെ ഇമാജിനേഷൻ മുമ്പ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരു വീടിനെ, ഒരു ചെറിയ വീടാണെങ്കിൽ അത് മനോഹരമായിട്ട് നമുക്ക് ക്രമീകരിക്കാം. ഇത്തരം ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുമ്പോൾ അത് പോസിറ്റീവായിട്ട് നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. അതേ സ്ഥാനത്ത് നമുക്കൊരു വീടുണ്ട്, ഇതേപോലെ എക്സ്റ്റീരിയർ വളരെ മനോഹരമാണ്, പക്ഷെ അതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ ഡ്രസ്സുകളും മറ്റും ഒക്കെ കുമിഞ്ഞുകൂടി, അനാവശ്യ വസ്തുക്കൾ കുമിഞ്ഞുകൂടുകയാണെങ്കിൽ അവിടെ നമുക്ക് നെഗറ്റീവ് എനർജിയാണ് വരുന്നത്. ഇത് നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മിനിമലിസത്തോടുകൂടി ഉപയോഗിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ ഇതേപോലെ റീക്രിയേറ്റിന് വേണ്ടി നമുക്ക് ഗാർഡനിങ്ങിന് വേണ്ടി ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഒരു ബോട്ടിൽ അഥവാ ഗ്ലാസ്സുകൾ നമുക്ക് ഇതേ രൂപത്തിൽ മനോഹരമായി ഉപയോഗിക്കാം. നമ്മുടെ ചെടികൾ വളർത്താനും പൂക്കൾ ഉണ്ടാക്കാനും ഒക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ പെന്നുകൾ വെക്കാനും, നമ്മുടെ മറ്റ് ഫ്ലവേഴ്സുകൾ മനോഹരമാക്കാൻ, നമ്മുടെ കിച്ചണിലെ ടൂൾസുകൾ മനോഹരമായി വെക്കാം, നമ്മളെ ഒരു ചിത്രകാരണങ്ങളെ ഒരു ബ്രഷുകൾ വെക്കാൻ, ഇങ്ങനെ പല രീതിയിലായി നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യം ആവശ്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒത്തിരി അവസ്ഥകളുണ്ട്. അതൊക്കെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. ലാമ്പ് ഷെയ്ഡുകളായിട്ട്, അതേപോലെ നമ്മൾ ഗാർഡൻ അതിൻ്റെ ഏരിയ സെറ്റ് ചെയ്യാൻ വേണ്ടി റൗണ്ട് ഷേപ്പിൽ, സ്ക്വയർ ഷേപ്പിൽ, മറ്റ് വിവിധ ഷേപ്പുകളായിട്ട് നമുക്ക് ബോട്ടിൽസുകൾ വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ ഒരു അല്പസമയം നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിരുന്ന ഇതൊക്കെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇവിടെ ഡ്രൈ ഫ്ലവേഴ്സാണ് ഈ ബോട്ടിലുകൾ നടത്തിയിരിക്കുന്നത്. അതിൽ നല്ലൊരു പെർഫ്യൂം കൂടി ഒഴിക്കുകയും അത് നമ്മൾ ഒരു കോർക്ക് കൊണ്ട് അടച്ച് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ, അതായത് ടോയ്ലറ്റിൽ വെച്ച് നല്ലൊരു സ്മെല്ല്, നല്ലൊരു അരോമ തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തിനൊക്കെ അത് നല്ല പോസിറ്റീവ് എനർജി തരുന്നതാണ്. ഒത്തിരി ടിന്നുകൾ, ബോട്ടിലുകൾ നമ്മുടെ വീട്ടിലുണ്ടാകും. ഇതൊക്കെ ഈ രൂപത്തിലേക്ക് നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തന്നെ അത് വളരെ അട്രാക്റ്റീവായി മാറുന്നതാണ്. ഇതൊക്കെ ഒരു ഇമാജിനേഷൻ കൊണ്ട്, ഒരു കലാപരമായിട്ടുള്ള ഒരു ചിന്തയോട് കൂടി നമ്മൾ മാറ്റുകയാണെങ്കിൽ ഈ ഈ ഇവിടെ കാണുന്ന പെയിൻറ്റിങ് ബോട്ടിലുകൾ എത്ര മനോഹരമായിട്ടാണ് ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. നമ്മുടെ ചെരുപ്പുകൾ, ഇഷ്ടംപോലെ ഒരു വീട്ടിൽ ഇഷ്ടംപോലെ ചെരുപ്പുകൾ, അതൊക്കെ നമുക്ക് ഒരു ബാധ്യത തന്നെയാണ്. ആരും ഇത് കളക്ട് ചെയ്യാൻ വരില്ല, അത് നമുക്ക് വിൽക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ എൻവയറമെൻറ്റിന് വലിയ പ്രയാസമാണ്, ഇത് നശിച്ചു പോവില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഈ രൂപത്തിലേക്ക് ഒരു ഗാർഡനിങ് വേണ്ടി, ഒരു ഫ്ലവേഴ്സിന് വേണ്ടി ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, ചെറിയ വീട്ടിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഷൂസുകൾ കുറച്ച് ഇമാജിനേഷനോടുകൂടി ഒരു കമ്പി എടുത്ത് കണ്ണട വെച്ച് കൊടുക്കുന്നു. അങ്ങനെ ക്രിയേറ്റീവ് ചിന്തയോടുകൂടി നമ്മൾ മാറ്റുകയാണെങ്കിൽ ഇതേപോലെ ഒത്തിരി ടയേഴ്സുകൾ നമുക്ക് ലഭ്യമാണ്. ഇതൊക്കെ നമുക്ക് ഗാർഡനിങ്ങിൽ മനോഹരമായിട്ട് ഉപയോഗിക്കാവുന്ന വസ്തുക്കളാണ്.
അതല്ല എങ്കിൽ ഇത് ഒരു സമയത്ത് നശിക്കാത്ത ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ കുടകൾ കിടക്കുന്നുണ്ടാവും. ഈ കുടകൾ നമുക്ക് ഈ രൂപത്തിലേക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ എത്ര മനോഹരമായിരിക്കും. ഒരു പുതിയ അനുഭൂതിയും പുതിയൊരു സന്തോഷം നമുക്ക് ലഭിക്കും. നമ്മുടെ പാത്രങ്ങൾ പൊളിഞ്ഞതും ഉപയോഗശൂന്യമായിട്ടുള്ള പാത്രങ്ങൾ ഒത്തിരി വീട്ടിൽ കിടക്കും. അത് വെറുതെ ഇരിക്കുന്നതിന് ബദലായിട്ട് നമുക്ക് ഈ രൂപത്തിലേക്ക് ഗാർഡനിങ് അനുഭവത്തിന് വേണ്ടി നമുക്കത് മനോഹരമായിട്ട് ഉപയോഗിക്കാം. അതേപോലെ നമ്മുടെ പ്രഷർ കുക്കർ, മറ്റുള്ള പാത്രങ്ങൾ, ഇതൊക്കെ നമുക്ക് ഗാർഡനിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. മറ്റൊന്നാണ് നമ്മുടെ വീട്ടിൽ നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ബാഗുകൾ, പല രീതിയിലുള്ള ബാഗുകൾ. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം. ജീൻസുകൾ, കോട്ടുകൾ, അതേപോലെ ട്രൗസേഴ്സുകൾ, അതേപോലെ ഓവർ കോട്ടുകൾ, ഇതൊക്കെ വളരെ മനോഹരമായിട്ട് ഇതേ രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പുത്തനൊരു അനുഭൂതി നമുക്ക് ലഭിക്കും. നമ്മുടെ ഹുഡീസുകൾ ചെയ്ത് നോക്കൂ. ഓവർ കോട്ടുകൾ, ഹുഡീസുകൾ വളരെ മനോഹരമായിട്ട് ഗാർഡനിങ് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതേപോലെ ഒത്തിരി മോഡലുകളായിട്ടും ഒത്തിരി ഡിസൈനുകളായിട്ടും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ബ്രിക്സുകൾ നമ്മുടെ ചുറ്റുപാടും വളരെ നിറഞ്ഞിരിക്കും. ഇതൊക്കെയാണ് വളരെ മനോഹരമായി ക്രമീകരിക്കുന്നത് നമുക്ക് കിട്ടുന്ന നേട്ടം. ഇതേപോലെ മനോഹരമായിട്ട് നമുക്ക് ക്രമീകരിച്ചെടുക്കാവുന്നതാകുള്ളൂ. ഇതേ രൂപത്തിലുള്ള ക്രിയേറ്റീവ് ഐഡിയയിലൂടെ നമുക്ക് കൊണ്ടുവന്ന് ഇത്രയും മനോഹരമായ രീതിയിൽ നമ്മുടെ നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ വളരെ മനോഹരമാക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ സൊസൈറ്റിക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കാം. ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാം, പോസിറ്റീവായി നമുക്ക് കാഴ്ചവെക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആളുകൾ, നമ്മുടെ അയൽപക്കക്കാർ, നമ്മുടെ സ്നേഹിതന്മാർ, അവർക്കൊക്കെ ഇതിലൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവുകയും അവർ കൂടി അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രകൃതിയോട് നമുക്ക് ഒരു നല്ല ഒരു സ്നേഹബന്ധം കാണിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രകൃതി നമ്മയും സ്നേഹിക്കുകയും നമുക്ക് ആവശ്യമുള്ളതൊക്കെ പ്രകൃതി തരികയും ചെയ്യും. അങ്ങനെ നമുക്ക് മനോഹരമായിട്ടുള്ള നമ്മുടെ ക്രിയേറ്റീവ് കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എൻവയോൺമെൻറ്റുകൾ മനോഹരമാക്കുക. ഇതേപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്താണ് ഇൻസ്പിറേഷൻ കിട്ടുക എന്നുള്ളത് ഇവിടെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളാണ് ഇത്തരം പോസ്റ്റുകൾ വീണ്ടും എന്നെ ഇടാനുള്ള എനിക്ക് പ്രചോദനം നൽകുന്നത്. സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇടാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ ലൈക്കുകളും എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇസ്മി ഇസ്മായിൽ ടി പി, ക്രിയേറ്റീവ് ലിവിങ് സ്പേസ് കോച്ചും ഫീൽ ഗുഡ് ആൻഡ് ക്രിയേറ്റീവ് ബ്ലൂംസ് ഹബിൻ്റെ ഫൗണ്ടറുമാണ്.